എഴുത്തും വരയും മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ കമ്മ്യൂണിക്കേഷൻ ലിറ്ററസി മേഖലയിലേക്ക് ബോൾ പെന്നുകളുടെ കണ്ടുപിടുത്തം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അതിനു മുൻപ് വരെ സ്റ്റോൺ കാർവിംഗ്, ക്ലേ ടാബ്ലറ്റ്, പെപ്പൈറസ് ആൻഡ് റീഡ് പെൻസ്, ഫെദർ ക്വിൽ പെൻസ് എന്നിവയൊക്കെയായിരുന്നു എഴുത്തിനും വരയ്ക്കുമായി ഉപയോഗിച്ചിരുന്നത്. ബോൾ പെന്നുകളുടെ കണ്ടുപിടുത്തം വളരെ എളുപ്പത്തിലും ഈസിയുമായ എഴുത്തിന് സഹായിച്ചു. 19-ാം നൂറ്റാണ്ടിൽ ജോൺ ജെ ലൗഡ് എന്ന അമേരിക്കൻ ലെതർ ടാനറാണ് ബോൾ പേനകളുടെ കണ്ടുപിടുത്തത്തിന് തുടക്കമിട്ടത്. പേനയുടെ അഗ്രത്തിലുള്ള ചെറിയ ബോൾ തിരിഞ്ഞുകൊണ്ട് മഷി പേപ്പറിൽ എത്തിക്കുന്നതാണ് അദ്ദേഹം കണ്ടുപിടിച്ച മെക്കാനിസം. എന്നാൽ ജോൺ ജെ ലൗഡിൻ്റെ കണ്ടുപിടുത്തത്തിലുണ്ടായ ചില ടെക്നിക്കൽ ലിമിറ്റേഷൻസ് കൊണ്ട് അതിന് വേണ്ടത്ര ലോകശ്രദ്ധ നേടാനായില്ല. ഈ പരിമിതികളെ മറികടന്നുകൊണ്ട് 20-ാം നൂറ്റാണ്ടുകളുടെ തുടക്കകാലത്ത് ലാസ്ലോ ബിറോ എന്ന ഹംഗേറിയൻ ജേർണലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്ന ബോൾ പെന്നുകൾ കണ്ടുപിടിച്ചത്. 1938 അദ്ദേഹം അതിന് പേറ്റന്റ് എടുക്കുകയും ചെയ്തു. കാഴ്ചയിൽ വളരെ സിമ്പിളും എന്നാൽ അതിവിദഗ്ധവുമായ ഈ ബോൾ പേനകളുടെ മെക്കാനിസം നമുക്കൊന്ന് നോക്കിയാലോ. ബോൾ പേനകൾക്ക് പ്രധാനമായും 4 ഭാഗങ്ങളാണുള്ളത്: ദ ബാരൽ, ഇങ്ക് റിസർവോയർ, ബോൾ പോയിന്റ് ആൻഡ് ദ ക്യാപ്പ്. ബാരലിനുള്ളിലാണ് ഇങ്ക് റിസർവോയർ ഉള്ളത്. ഈ ഇങ്ക് റിസർവോയറിൽ നിന്നും ഒരു നാരോ ട്യൂബ് വഴി ഇങ്ക് ബോൾ പോയിന്റിലേക്ക് എത്തുന്നു. ബോൾ പോയിന്റ് പേനയുടെ അഗ്രഭാഗത്തുള്ള ഒരു ചെറിയ മെറ്റൽ സ്ഫിയറാണ്. നമ്മൾ പേപ്പറിൽ പേന ചലിപ്പിക്കുന്നതിനനുസരിച്ച് ഈ മെറ്റൽ സ്ഫിയർ കറങ്ങുകയും നാരോ ട്യൂബിലൂടെ വരുന്ന ഇങ്ക് ഈ മെറ്റൽ സ്ഫിയർ വഴി പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്യുന്നു. ബോൾ പേനകളുടെ മെക്കാനിസത്തോളം പ്രാധാന്യമുള്ളതാണ് അതിലുപയോഗിക്കുന്ന മഷിയും. സ്മഡ്ജിങ്ങും ബ്ലോട്ടിങ്ങും കൂടാതെ വളരെ എളുപ്പത്തിൽ പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരുതരം ഇങ്കാണ് ഇതിനുപയോഗിക്കുന്നത്. വളരെ റിലയബിളും കൺസിസ്റ്റൻറ്റുമായ എഴുത്തിന് ഇത് സഹായിക്കുന്നു. ഇനി നമുക്ക് പലതരത്തിലുള്ള ബോൾ പേനകളെ പറ്റി നോക്കിയാലോ. ബോൾ പോയിന്റ് പെൻസ് പ്രധാനമായും 3 തരത്തിലാണുള്ളത്. അതിലൊന്നാമത്തേത് ഓയിൽ ബേസ്ഡ് ബോൾ പോയിന്റ് പെൻസ് ആണ്. 2 ജെൽ പെൻസ്, 3 റോളർ ബോൾ പെൻസ്. ഇവയുടെ എല്ലാം റൈറ്റിംഗ് മെക്കാനിസം ഒരേതായതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം നമ്മൾ ബോൾ പോയിന്റ് പെൻസ് എന്നു തന്നെയാണ് വിളിക്കാറ്. ആദ്യമായി നമുക്ക് ഓയിൽ ബേസ്ഡ് ബോൾ പോയിന്റ് പേനകളെക്കുറിച്ച് നോക്കാം. ഇത് വളരെ കോമൺ ആയി നമ്മൾ യൂസ് ചെയ്യുന്ന പേനകളാണ്. ഇതിൽ ഓയിൽ ബേസ്ഡ് വിസ്കസ് ഇങ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് ഉണങ്ങുന്നത് കൊണ്ട് തന്നെ സ്മഡ്ജിങ് വളരെ കുറവായിരിക്കും. കൂടാതെ ഈ പേനയിലെ ഇങ്ക് വളരെ തിക്കായതുകൊണ്ട് തന്നെ കൂടുതൽ എഴുതാൻ കഴിയുന്നു. രണ്ടാമത്തേത് ജെൽ പെൻസ് ആണ്. ഇതിൽ വാട്ടർ ബേസ്ഡ് ഇങ്ക് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എഴുതുമ്പോൾ ഓയിൽ ബേസ്ഡ് ബോൾ പോയിന്റ് പേനകളെക്കാളും സ്മൂത്തായി എഴുതാൻ സാധിക്കുന്നു. വാട്ടർ ബേസ്ഡ് ഇങ്ക് ഉണങ്ങാൻ കുറച്ച് സമയമെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സ്മഡ്ജസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് റോളർ ബോൾ പേനകളെ പറ്റി പറയാം. ഇതിൽ വാട്ടർ ബേസ്ഡ് ഇങ്ക് അല്ലെങ്കിൽ ജെൽ ഇങ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ജെൽ പേനകളെക്കാളും ഫ്ലോ കൂടുതലായതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായി എഴുതാൻ സാധിക്കുന്നു. ഇത് എഴുത്ത് കുറച്ചുകൂടി അനായാസമാക്കുന്നു. എന്നാൽ പേപ്പർ ക്വാളിറ്റി കുറവാണെങ്കിൽ റോളർ ബോൾ പേനകളിലെ ഇങ്ക് മറുവശത്തേക്ക് പടരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ കൂടുതലായും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറുകളുമൊക്കെ ഉപയോഗിച്ചാണ് എഴുതുന്നതും വിവരങ്ങൾ സൂക്ഷിക്കുന്നതുമെല്ലാം. എങ്കിലും മനുഷ്യരുടെ പഠനത്തിനും ദൈനംദിന ജീവിതത്തിലും പേനകൾക്കുള്ള പങ്ക് ചെറുതല്ല. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട്സ് റിലേറ്റഡ് ക്വിസും ചാനലിൽ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.